ചേച്ചി, ഇവിടെ നടക്കാൻ പറ്റിയ സ്ഥലം വല്ലതും ഉണ്ടോ? കാറിനകത്ത് ഇരുന്നുകൊണ്ട് നടക്കാൻ പറ്റിയ സ്ഥലം കൊളംബസ് കണ്ടുപിടിച്ചിട്ടില്ല. ഇനി പിടിക്കുവാണെങ്കിൽ ഞാൻ അറിയിക്കാം. അയ്യോ, ഞാനേ ഇവിടെ പുതിയ താമസക്കാരനാണേ, അതുകൊണ്ട് ചോദിച്ചു. എവിടെ? ഈ പറമ്പിലോ? ഈ പറമ്പിലല്ല, പോടുന്ന അവിടെ ഒരു വില്ലയില്ല, അവിടെ. ഭയങ്കര തമാശക്കാർ. ഈ തമാശ പറഞ്ഞോണ്ടായിരിക്കും നടക്കുന്നത് എല്ലാ ദിവസവും. അല്ല ചേച്ചി, ഉണ്ടോ? ഞാനിപ്പോ ഇവിടെ ആരാ തമാശ പറഞ്ഞേ? ചേച്ചിയുടെ സംസാരത്തിൽ നിന്ന് ഇതുവഴി നടക്കുന്ന വഴിയാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് കുറെ പേര് പോകുന്നുണ്ട്, കുറെ പേര് ഇങ്ങോട്ട് വരുന്നുണ്ട്. ചേച്ചി ഇപ്പൊ നടന്നു പോകുന്നുണ്ട്. ഇപ്പൊ മനസ്സിലായി. ചേച്ചി, അതല്ല, ഇവിടെ ശല്യക്കാർ വല്ലതും ഉണ്ടോ? ഈ പട്ടിയോ പൂച്ച അങ്ങനെ എന്തേലും? പട്ടിയോ പൂച്ചയാണെന്നുണ്ടെങ്കിൽ പിന്നെയും ക്ഷമിക്കാം, ഒരു കമ്പെടുത്താ മതി. പക്ഷേ ചില വായ്നോക്കികളുണ്ട്, വൈകുന്നേരം ആവുമ്പോഴേ വണ്ടി എടുത്ത് കുണ്ടിയും വെച്ചോണ്ടെങ്കിൽ ഇറങ്ങും. അവന്മാരെ നമ്മൾ സൂക്ഷിക്കണം. എന്നാ ഞാൻ പോവാ ചേച്ചി. ശല്യക്കാരൊന്നും ഇല്ലാത്ത ഏതെങ്കിലും സ്ഥലം കണ്ടുപിടിച്ചാൽ അവിടെ ഞാൻ നടന്നു. അതായിരിക്കും മോന്റെ ആരോഗ്യത്തിന് നല്ലത്. ചേച്ചി നടന്നു, നല്ല രീതിയിൽ നടന്നു. ഓക്കെ എന്നാ. ഒളിമ്പിക്സ് 7 ദിവസമാണ്. ആദ്യത്തെ ദിവസമാണ് ഈ മാരത്തോൺ. അപ്പം ചെന്ന് ആദ്യത്തെ ദിവസം മാരത്തോണിനായി ട്രാക്കിലേക്ക് ഇറങ്ങി. ഇവിടെ ആരാ? ഘടാഘടിയന്മാരെ 20 രാജ്യക്കാർ ചുറ്റിനും. ആദ്യത്തെ വെടി മുഴങ്ങി. അപ്പനൊരു കുതിപ്പായിരുന്നു. ഉള്ളത് പറയാലോ, അപ്പൻ ഇതേവരെ അങ്ങനെ ഒരു കുതിപ്പ് കുതിക്കണം ഞാൻ കണ്ടിട്ടില്ല. കുതിപ്പ് മാത്രമല്ല, ആ കുതിപ്പിന്റെ കൂടെ ഒരു കുന്തളിപ്പ് കൂടി പുള്ളിയുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് മനസ്സിലായി, ഇന്ന് സംഭവം കളം പാടും. അപ്പൻ ട്രാക്കിന് തീ പിടിപ്പിക്കും. അപ്പൻ ഓടി തുടങ്ങിയാ പിന്നെ തിരിഞ്ഞു നോക്കേണ്ട കാര്യമില്ലല്ലോ. അതിനാ പുറകിലാരും കാണിയല്ല, എല്ലാരും മുമ്പേ മുന്നേ ഓടുമ്പോ അപ്പന് വാശിയാണ്. പിന്നെ അപ്പം പറക്കുവാ. എന്റെ പൊന്ന് ബിജു, അപ്പം പറന്ന് ഫിൻസിംഗ് പോയി ചെല്ലുന്ന കാണുന്ന കാഴ്ച ഒളിമ്പിക്സിന്റെ സമാപന സമ്മേളനം നടക്കും. 7ാമത്തെ ദിവസമാണ് ഓടി ഫിനിഷ് ചെയ്തത്. 7ാമത്തെ ദിവസമെങ്കിലും എത്തിയത് അമ്മയുടെ നേർച്ചയും വഴിപാട്. കൂടെ ഓടിയതൊക്കെ അവരൊക്കെ ട്രോഫിയും മേടിച്ച് അവരവരുടെ രാജ്യത്തിന് പോയി പെയിന്റിംഗ് പണിക്ക് പോകാൻ തുടങ്ങി. എന്തു പറ്റി? മാമൻ പറഞ്ഞ് ഇടിയും മിന്നലും മഴയും വരണ എല്ലാം ഊരിയിട്ടിട്ട് കിടക്കാൻ. അയ്യോ, നിങ്ങൾ തുണി ഊരിയിട്ടിട്ട് കിടക്കാനല്ല പറഞ്ഞ്, ഫ്രിഡ്ജിന്റെ ടിവിയുടെ ഒക്കെ കണക്ഷൻ ഊരിയിട്ടിട്ട് കിടക്കാനാ പറഞ്ഞ്. പിന്നെ നമ്മൾ ആദ്യ രാത്രിയല്ലേ ഇന്ന്? ഞാൻ ഇവിടം വെച്ചൊരു സാധനം കാണിക്കട്ടാ. ചേട്ടന് ഇഷ്ടാണെങ്കിൽ കാണിക്ക. കഴിഞ്ഞ ഇനി ഗുഹയ്ക്കകത്തൂടെ പോണ ട്രെയിനുണ്ട്. ഗുഹ 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 ഗുഹ. ഈ ട്രെയിൻ എവിടെ പോണെന്ന് പറഞ്ഞ? കാസർഗോഡ്. 1 വർഷം എടുത്താലും ഇത് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പ്ലെയിനും കൂടി വിടാത്തെന്ത്? പ്ലെയിൻ അറിഞ്ഞൂടാ, പഠിച്ചിട്ട് നാളെ കാണിച്ചു തരാം.